ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണം. രാവിലത്തെ ചായപരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പം ഇന്ന് രാവിലെ ഗോതമ്പ് ദോശയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ രാവിലെ ഞാൻ എണീച്ചിട്ട് ചായയും കടിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചായകുടിയൊക്കെ കഴിഞ്ഞു. ഇത് അമ്മ അപ്പോഴത്തേനും എണീച്ചു, പല്ലേച്ചു, കുട്ടി എല്ലാവരും കൂടി പല്ലൊക്കെ തേച്ചു ചായകുടിയൊക്കെ കഴിഞ്ഞ് അമ്മ ഇതാ അങ്ങനെ ചോറിന് വെള്ളം അടുപ്പത്ത് തേക്കാൻ വേണ്ടിയിട്ടേ കാലം കഴുകുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ കാലം കഴുകിയിട്ട് അമ്മ എന്ത് ചെയ്തു എന്നറിയോ, ആദ്യം കുറച്ച് വേസ്റ്റ് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കഞ്ഞിവെള്ളം. അപ്പം അതൊക്കെ കൊണ്ടുപോയി ഒഴിച്ചു. പിന്നെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് വന്നിട്ടോ. മോളവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് കഴിഞ്ഞിട്ടേ കുറച്ചധികം തിരുമ്പാനുണ്ട് കേട്ടോ. അങ്ങനെ തിരുമ്പണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അതാ കുറച്ച് അതുപോലെ ഈ വീതനയുടെ അടിയിൽ കുറച്ച് നമ്മൾ വറകൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടൊക്കെ അങ്ങനെ കുറച്ച് ചെതലും മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് അമ്മ അങ്ങനെ മുറ്റത്ത് കൊണ്ടേ ഇടുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നു. കുട്ടി ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേന് ഞാൻ അലക്കാനുള്ളത് അലക്കട്ടെ എന്ന് പറഞ്ഞിട്ടേ. അപ്പം ഇന്നലെ ഒന്നും അലക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ നല്ല മൂടലൊക്കെ ആയതുകൊണ്ടേ ഇന്ന് പിന്നെ കുഴപ്പമില്ല, നല്ല കാലാവസ്ഥയാണ് കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും എന്താവുന്നൊന്നും അറിയില്ല. അമ്മ ഇതാ തേങ്ങ വെയിലത്തിടാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ തേങ്ങ വെയിലത്തിടാൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടി ഇവിടെ കളിച്ചോളും പറഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം കുട്ടീനെ കുളിപ്പിക്കാനും ഇനി അവൾക്ക് കഴിക്കാനൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ അലക്കിയിട്ട് വരട്ടെ പറഞ്ഞിട്ട് അലക്കാൻ പോവുകയാണ് കേട്ടോ. കുറച്ചധികം ഉണ്ട് കേട്ടോ, ഇത് കുട്ടിയുടെ തന്നെ ഉണ്ട് അധികം. അപ്പം അങ്ങനെ എന്തായാലും അത് കഴുകിയിട്ടൊക്കെ വന്നപ്പോഴത്തേനും ഇതാ കുറച്ചധികം വറകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അമ്മയും കുട്ടിയും കൂടി റെഡിയാക്കുക. അതിൻ്റെ ഇടയിൽ അതാ അതാ കറി വെക്കാനൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് മുരിങ്ങയൊക്കെ പറിച്ചുകൊണ്ട് പോകണു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് പകുതിയായപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറയാം, കുറച്ച് വെള്ളം കുടിക്കാൻ വന്നപ്പോഴാണ് അമ്മമ്മയും കുട്ടിയും കൂടി അതാ വറകും ചെതലും മണ്ണും ഒക്കെ ആയിട്ട് കൊട്ടിക്കുടഞ്ഞോണ്ട് അവിടെ നിന്നായിരുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പോയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ തുണികളൊക്കെ തിരുമ്പിയിട്ട് വന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ക്യാമറാമാൻ പറയുന്നത് അമ്മയാണ് കേട്ടോ. കുറച്ച് അപാകതകളൊക്കെ ഉണ്ടാവും, അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തായാലും ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കണ്ടേ. കുറച്ചധികം അലക്കാണ്ട് എന്ന് പറഞ്ഞാൽ പോരാട്ടോ, കുറേ ഉണ്ട്. നമ്മൾ അലക്കാൻ നിൽക്കുമ്പോഴുള്ളൂ വിവരം അറിയാട്ടോ. കാണുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ, നനച്ച് നമുക്ക് തിരുമ്പിയാലും കഴുകിയല്ല കേട്ടോ. എത്ര സമയം നിൽക്കണം എന്നറിയോ. വെയിലും കൂടി ആണെങ്കിൽ നോക്കും വേണ്ട കേട്ടോ, നല്ല ക്ഷീണവും വലച്ചലും ആയിരിക്കും. നമ്മൾ 2-3 തുണി തരുമ്പോഴത്തേന് തന്നെ ആകെ കുഴഞ്ഞിതാവും കേട്ടോ. പിന്നെ അലക്കണോടത്തൊക്കെ നല്ല വെയിലാണ് കേട്ടോ. അലക്കണമെങ്കിൽ പിന്നെ രാവിലെ അലക്കണം. അപ്പം നമുക്ക് അടുക്കളയിൽ നിന്ന് തിരിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും രാവിലെ തിരുമ്പലൊന്നും നടക്കില്ല. നേരത്തെ വെയിൽ മൂക്കുമ്പോഴത്തേന് നമുക്ക് തിരുമ്പലൊന്നും നടക്കില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ, വെയിലൊന്നും നോക്കാറില്ല. വെയിലുള്ളപ്പോൾ തന്നെ ഞാൻ വേഗം വെയിൽ പോണേനും മുന്നേ ഉള്ളപ്പോഴല്ലേ പറ്റുള്ളൂ. നമുക്ക് തോരയിടാനൊന്നും അധികം സ്ഥലമില്ലാത്തതുകൊണ്ടൊക്കെ. അപ്പം അങ്ങനെ എന്തായാലും വേഗം തിരുമ്പിയിടാലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഉണങ്ങി കിട്ടുമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഒന്നിൻ്റെ മേലെ അങ്ങനെ പൊതുക്കി കൊണ്ടുപോയിടേണ്ടി വരും, മഴ ചാറ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ. അപ്പം ഞാൻ എന്തായാലും മാക്സിയും തുണികളും കുറേ ഉണ്ടായിരുന്നു. കുട്ടിയുടെ തുണികളൊക്കെ തിരുമ്പിയിട്ട് അവിടെ പുറകെ തന്നെ ഇട്ടു കേട്ടോ. പുറകു വശത്ത് അലക്കണ കല്ലിൻ്റെ അവിടെ തന്നെ ഒരഴ കെട്ടിയിട്ടുണ്ട്, അവിടെ ഇട്ടു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ അമ്മതാ എല്ലാതും വറകും കുന്ത്രാണ്ടങ്ങളൊക്കെ ആയിട്ട് ഇതാ കുറേ ചകിരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെതല് മണ്ണ് നമ്മൾ വറകിൽ തന്നെ ഉള്ളതാണേ. അങ്ങനെ ആ ചെതലിതാ ഒക്കെ കളഞ്ഞ് കൊട്ടിക്കുടഞ്ഞിട്ടൊക്കെ അമ്മ അത് കൊണ്ടയ്ക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. തോട്ടിൽ പിന്നെ ഇപ്പം നല്ല വൃത്തിയാട്ടോ, നല്ല വെള്ളമുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം മഴയൊക്കെ ഉണ്ടായതുകൊണ്ടേ പിന്നെ നമ്മുടെ ആ കറുവത്തുംകായ കണ്ടില്ല, നല്ല കായ്ച്ച് പൂത്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിന് പ്രാന്തളകിയ പോലെ അത് ഉണ്ടാവും ചെയ്തിരിക്കുന്നു കേട്ടോ. പക്ഷെ ഒരു മനുഷ്യന് വേണ്ട കേട്ടോ. അപ്പം അമ്മ പറയുകയും ചെയ്തു, ഇന്ന് നമുക്ക് ഇത്തിരി കറുവത്തുംകായ പറിച്ചിട്ട് മോര് കൂട്ടാൻ വെച്ചാലോ. അപ്പം ഞാൻ പറഞ്ഞു ഏക്ക് വേണ്ടാക്കി ഇഷ്ടമല്ല അത് പറഞ്ഞു കേട്ടോ. അപ്പം അമ്മ പറയും മുറ്റത്തെ മുല്ലയ്ക്ക് മണമല്ല എന്ന് പറഞ്ഞ പോലെ അവനാൻ്റെ വീട്ടിലുണ്ടപ്പോൾ അവനാൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ ആർക്കും ഒരു വില ഉണ്ടാവില്ല, ഒന്നിനും ഒരു വില ഉണ്ടാവില്ല, ആർക്കും ഒന്നും വേണ്ടേനും എന്നൊക്കെ പറഞ്ഞു കേട്ടോ അമ്മ. അപ്പം അങ്ങനെ ഇതാ ഞാനിത് അലക്കലും ഒക്കെ കഴിഞ്ഞ് വന്ന് അപ്പോഴത്തേനും മക്കളെ ഒരു പരുവായിക്കണു കേട്ടോ. ഭയങ്കര ക്ഷീണം, വെയിലും അല്ലേ. അപ്പം ഞാൻ രാവിലെ എന്ത് ചെയ്തു എന്നറിയാം, രാവിലത്തെ പഴം പുഴുങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന്നൊരു പഴം പുഴുങ്ങിയതും കുറച്ച് ചായ ഉണ്ടായിരുന്നു കേട്ടോ, അതും കുടിക്കുകയാണ്. എന്തായാലും ഇനി ഇതും കുടിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള പരിപാടിക്ക് കേട്ടോ. അമ്മ ഇതാ അങ്ങനെ തേങ്ങയൊക്കെ വെയിലത്ത് കൊണ്ടേ ഇട്ടു. കുറച്ച് വറകൊക്കെ എന്തായാലും വെയിൽ കൊള്ളട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വെയിലത്ത് എടുത്തിട്ടു കേട്ടോ. അങ്ങനെ അമ്മ അവിടെ റെസ്റ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞ് വന്ന അമ്മ അത് അരിയെടുപ്പത്ത് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇതാ ഇനി അലക്കാണ്ട് പറഞ്ഞിട്ട് ഞാൻ പോയി. അതിനിടയിലെ വിരുന്നുകാർ. അപ്പോഴത്തേന് കുട്ടി രാവിലെ മേമയുടെ അടുത്ത് പോയിട്ടേ, രാധമേമയുടെ അടുത്തൊക്കെ പോയിട്ട് കുറച്ചു നേരം അവിടെ കളിച്ചോണ്ടിരുന്നു. തറവാട് വീട് കുറേ ദിവസമായിട്ട് മേമ അവിടെ താമസിക്കാത്തതുകൊണ്ടൊക്കെ ചെറിയ മേമയുടെ അടുത്തൊക്കെ ആയിരുന്നു അസുഖമൊക്കെ കാരണം. ഇപ്പം അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് മേമ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്രയും നേരം കുഞ്ഞാറ്റ അവിടെയായിരുന്നു. അതുകൊണ്ട് ഞാൻ അലക്കലും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അവൾക്ക് ഉറക്കം വന്നു പറഞ്ഞു. അവിടെ നിന്ന് പിന്നെ മേമ കുറച്ച് കഞ്ഞിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ആ കഞ്ഞിയൊക്കെ കുടി കഴിഞ്ഞിട്ട് പിന്നെ അവൾ ഉറങ്ങി. പിന്നെ ഞാൻ അലക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വിരുന്നുകാരൊക്കെ പോയിക്കണം കേട്ടോ. അവർ കഞ്ഞി കുടിക്കാനൊന്നും നിന്നില്ല, അവിടെ ഇവിടെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. എൻ്റെ പണിയും തിരക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അവർ പോയിരിക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. പിന്നെ എന്തെങ്കിലും കറി വെക്കണ്ടേ, വെറും കഞ്ഞി എന്തായാലും കുടിക്കാൻ പറ്റില്ല, ചോറ് തിന്നാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ, മോര് കൂട്ടാൻ വെക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ നിരുത്സാഹപ്പെടുത്തിയിട്ട് അമ്മേനെ അവിടെ നിന്ന് തിരിപ്പിച്ചതാണ് ഞാൻ. അപ്പം ഇനിയിപ്പോൾ ഞാൻ തന്നെ കറി വെക്കട്ടെ കേട്ടോ. അപ്പം ഇന്ന് കുറച്ച് വെണ്ടയ്ക്കയും തക്കാളിയും സവോളയൊക്കെ നല്ല എണ്ണയിൽ മൂപ്പിച്ചിട്ട് നമ്മുടെ
നാട്ടുംപുറത്തെ കറിയാണ് കേട്ടോ, നമ്മുടെ നാടൻ കറി. പാലക്കാട് സ്റ്റൈലിലുള്ള നമ്മുടെ വെണ്ടയ്ക്കപ്പുളിയാണ് കേട്ടോ വെക്കുന്നത്. വെണ്ടയ്ക്കപ്പുളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം സവോള വഴറ്റി വാട്ടി അതിന് പുറമെ അതിന് ശേഷം കേട്ടോ നമ്മൾ ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നല്ല വാട്ടി വഴഞ്ഞു വരുമ്പോൾ തക്കാളിയും കൂടി ഇടുക കേട്ടോ. അങ്ങനെ തക്കാളിയും കൂടി വഴഞ്ഞു വരുമ്പോൾ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് പുളി ഒഴിച്ച് വെക്കുക കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാടൻ കറികളാട്ടോ. നമ്മുടെ നാട്ടിൻപുറത്തെ കറികളൊക്കെ എങ്ങനെയാണ് കേട്ടോ, തേങ്ങ അരയ്ക്കാത്ത പെട്ടെന്നുള്ള തട്ടിക്കൂട്ട് പരിപാടികളൊക്കെയാണ് കേട്ടോ. വേഗം കഴിക്കാനൊക്കെ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടേ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികൾ ഇതൊക്കെയാണ്. പിന്നെ സൗകര്യം അതന്നെ, നമുക്ക് നല്ല തിരക്കും കാര്യങ്ങളും അല്ലെങ്കിൽ കുട്ടി വാശി പിടിക്കൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ അതൊക്കെ കേട്ടോ. പിന്നെ നമുക്ക് എന്താണെന്നറിയോ, ഒരുപാട് ഉണ്ടാക്കിയിട്ട് കളയാനും ഇല്ല. നമുക്ക് കളയണത്, എനിക്കാണെങ്കിൽ ഭക്ഷണം കളയുന്നതിനോട് താല്പര്യമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടിയ ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഉണ്ടാകുന്നതൊക്കെ ഇങ്ങോട്ട് ഓർമ്മ വരുമ്പോൾ നമുക്ക് ഒന്നും വേണ്ട തോന്നും കേട്ടോ. അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഇതാ കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്ത് കുട്ടിയെ നീറ്റു. അപ്പോഴത്തേനും ഒരു 4 മണിയൊക്കെ ആയിരിക്കണം കേട്ടോ. പിന്നെ അവളെ നീച്ചിന്ന് രാവിലെ അവളെ കുളിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു. കുളിപ്പിക്കൽ കഴിഞ്ഞ് അവളതവിടെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞാനിതാ മുറ്റടിക്കാൻ ഇറങ്ങിയതാ. അപ്പം അവൾ കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മുറ്റടിക്കാൻ. അപ്പം ഇനി ആദ്യം ഉമ്മറൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ആ അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ. പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ച് ഫോണൊക്കെ എടുത്തുകൊണ്ടെന്ന് പിന്നെ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോഴത്തേനും ഇത് നമ്മൾ മുമ്പിൽ ഇറങ്ങിന് കണ്ടോ. നമ്മൾ അടിച്ചു വരികയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ അവൾ മുമ്പിൽ അല്ലെങ്കിൽ പുറകിൽ, ഇനി നമ്മൾ അങ്ങോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് വരും. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മുടെ കൂട്ടുകാർ കഴിഞ്ഞ വീഡിയോസിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി മുടി എങ്ങനെ കയറ്റി കെട്ടണ്ട, അതേപോലെ തന്നെ കുറച്ച് താത്തി കെട്ടുന്ന് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ കയറ്റി കെട്ടണ ആളല്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടി നമുക്കിങ്ങനെ 2 വിരലുകൊണ്ട് പിടിച്ചാൽ പോലും ഒതുങ്ങി അത്രേ ഉള്ളൂ നമ്മുടെ മുടി കേട്ടോ. അപ്പം ഞാനത് എങ്ങനെയെങ്കിലും ഒരു സെറ്റപ്പിൽ അങ്ങനെ ഒതുക്കി വെക്കുക. മേലേക്ക് ഇങ്ങനെ നമ്മൾ മുടി ഇങ്ങനെ കെട്ടിയിട്ട് നമ്മൾ ഊരാക്കുടുക്ക് ഇടില്ലേ, കയറ് ഊരാക്കുടുക്ക് ഇടുപോലെ കെട്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ചെറിയ ക്ലിപ്പ് ഇടുമ്പോൾ നമ്മുടെ നെറുകിലെ മുടിയിൽ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ക്ലിപ്പ് ഊരിപ്പോരില്ല. പക്ഷെ നമ്മൾ പുറകു വശത്തേക്ക് കെട്ടുമ്പോൾ ക്ലിപ്പ് ഇടുമ്പോൾ ക്ലിപ്പും മുടിയും കൂടി ഒന്നിച്ചിങ്ങോട്ട് ഊരിപ്പോരുക കേട്ടോ. എൻ്റെ മുടി നിൽക്കുന്നേ ഇല്ല, കാരണം അത്രയ്ക്കും വണ്ണം കൂടുതൽ കാരണം. അതുകൊണ്ടാണ് ഞാൻ മേലേക്ക് പിടിച്ച് കെട്ടുന്നത് കേട്ടോ. ഒന്നും വിചാരിക്കണ്ട. എനിക്കും തന്നെ ഞാൻ അങ്ങനെ പുറകുവശത്തേക്ക് കെട്ടിയിട്ട് തന്നെ കേട്ടോ എനിക്കും ഇഷ്ടം. പക്ഷെ എൻ്റെ മുടി നിൽക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മേലേക്ക് കെട്ടുന്നത് കേട്ടോ. അല്ലാതെ വേറെ ഒന്നുമല്ല. ചിലവർ പറഞ്ഞ് ഇതിന് മുന്നേ ഞാൻ ഒരുപാട് കമന്റ്സ് കണ്ടിട്ടുണ്ട് കേട്ടോ, ചേച്ചി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ മുടി പിടിച്ചിങ്ങനെ കെട്ടണ്ട, താഴത്തേക്ക് പിടിച്ച് കെട്ടുന്നുള്ളത് കേട്ടോ. ഒരുപാട് പേര് അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ താഴ്ത്തി കെട്ടാത്തത് കേട്ടോ. ഊരിപ്പോരുള്ളൂ. അപ്പൊ നമുക്ക് അതിന് തന്നെ സമയം ഉണ്ടാവും. നമുക്ക് ഞാനെങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് അങ്ങനെ കെട്ടി വെക്കാറാ. ചിലപ്പോൾ ഞാൻ ജടയൊന്നും കളയാതെ വെറുതെ മേൽഭാഗം മാത്രം ഒന്ന് ചീവൂട്ടോ. അപ്പൊ നമുക്ക് ബാക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ ജട വന്നിരിക്കുമ്പോൾ നല്ല മുടിയുള്ള പോലെ നല്ല വണ്ണുള്ള പോലെ തോന്നും. അപ്പൊ എനിക്ക് കെട്ടാനും കുറച്ച് അതുപോലെ നമുക്ക് ഒതുങ്ങി നിൽക്കാനും ഒക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ചെയ്യാറ് കേട്ടോ. പിന്നെ ഞാൻ കുളിക്കാനൊക്കെ പോകുമ്പോഴാണ് ജടയൊക്കെ കളഞ്ഞിട്ട് തലമുടിയുടെ കെട്ടൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ടാട്ടോ കുളിക്കാനൊക്കെ പോവാറ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുളി കഴിഞ്ഞും കൂടി വരുമ്പോഴത്തേനും പറ്റ മുടി ഇങ്ങോട്ട് കൊഴിഞ്ഞിട്ടേ തലേ ദിവസത്തെ മുടി അങ്ങനെ കൊഴിഞ്ഞു പോകും. അപ്പൊ അങ്ങനെ ഇതാ ഞങ്ങൾ മുറ്റടിക്കലൊക്കെ കഴിയണതിന്റെ ഇടയിലാണ് രാജേട്ടൻ വന്നത് കേട്ടോ. ആദ്യം കുട്ടി ഒരു ഓടിയിട്ടോ, നോക്കുമ്പോ ഏട്ടനല്ല തോന്നിയിട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വെയിലുള്ളതുകൊണ്ടേ അവൾക്ക് പെട്ടെന്ന് ഏട്ടനാണോന്ന് മനസ്സിലായില്ല. അപ്പൊ അവളൊന്ന് അന്താളിച്ച് നിന്നു കേട്ടോ. പിന്നെ കുറച്ചു നേരം നിന്ന് നോക്കിയിട്ടാണ് പിന്നെ അച്ഛനാണെന്ന് മനസ്സിലായിട്ടോ പിന്നെ ഓടിപ്പോയത്. അങ്ങനെ അത് അച്ഛനും മോളും കൂടി അങ്ങനെ പോന്നു കേട്ടോ. അപ്പോഴത്തേന് ഏട്ടന്റെ അലക്കാനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ എന്തായാലും ഇനി ചായ ഉണ്ടാക്കട്ടെ കേട്ടോ. ചായ അപ്പോഴത്തേന് ഉണ്ടാക്കാൻ തന്നെ സമയം 5:30 മണിയൊക്കെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടൻ പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഏട്ടന് ചായയും വെച്ചു കൊടുക്കാൻ ഞങ്ങളും ചായ കുടിച്ചിട്ടില്ല കേട്ടോ. അമ്മ പിന്നെ അമ്മയ്ക്ക് നിർബന്ധം 4 മണിയാകുമ്പോൾ. അപ്പൊ അമ്മ കുറച്ച് കട്ടൻ ചായ വെച്ചു കുടിച്ചു കേട്ടോ. അപ്പൊ അങ്ങനെ ഞാനും അതിനൊരു 1/2 ഗ്ലാസ് ഞാനും ചായ കുടിച്ചു കേട്ടോ. അപ്പൊ അങ്ങനെ ഞാനും കുട്ടിയും കൂടി, കുട്ടിക്ക് കൊടുക്കാനും പറ്റില്ല കേട്ടോ. കുട്ടി ഇങ്ങനെ കാണാണ്ടൊക്കെയാണ് ഇപ്പൊ ചായ കൂടിയും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ആ അമ്മയാണെങ്കിൽ ഇപ്പൊ ഒരു ഭാഗത്ത് മാറിപ്പോയിരിക്കും. കാരണം അവൾക്ക് ചായ ഒന്നും കുടിക്കാനും പറ്റില്ല, കൊടുക്കാനും പറ്റില്ല. അതുകൊണ്ട് പേടിച്ചിട്ട് ഇനിയിപ്പോ നമ്മളെന്തെങ്കിലും ബേക്കറി കഴിക്കുകയാണെങ്കിൽ അവൾക്ക് ആവശ്യപ്പെട്ടാലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ അധികം ഇപ്പൊ കൊണ്ടുവരാറില്ല. അപ്പൊ മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് അവൾക്കൊന്നും അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൊടുക്കാറില്ല കേട്ടോ. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, ഇന്ന് കേക്ക് എന്തോ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടനൊരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ എപ്പോഴൊന്നും കൊടുക്കാറുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ മരുന്നുള്ളത് കൊണ്ട് ഭയങ്കര പേടിയാ. കുട്ടി വീണ്ടും അതന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കില്ല. നമ്മളൊന്ന് അതെല്ലാം പഴയ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് വരുന്നതുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും പൈപ്പിൽ തന്നെ വെള്ളമൊക്കെ എടുത്ത് അങ്ങനെ എന്തായാലും വെള്ളം നമ്മൾ നല്ല കട്ടിയുള്ള പാലായതുകൊണ്ടേ കുറച്ചധികം വെള്ളം വെച്ചിട്ട് വേണം തിളപ്പിക്കാനൊക്കെ. അല്ലെങ്കിൽ എന്താ പറയുക, പാല്
കുറച്ചധികം രാവിലേക്ക് അങ്ങനെ ഉണ്ടെങ്കിലേ അതങ്ങനെ കട്ട പിടിച്ച് പോവുള്ളൂ, കേടുവരും. അല്ലെങ്കിൽ പിന്നെ രാവിലേക്ക് കേടുവരില്ല കേട്ടോ. നല്ല വെള്ളമൊഴിച്ച് തിളപ്പിച്ച് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ കേടുവരില്ല. അപ്പം അങ്ങനെ ഞാൻ എന്തായാലും ഗ്യാസിലാണ് ചായ വെക്കണത് കേട്ടോ. ചായ വെക്കണത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, ഇവിടെ പെട്ടെന്ന് കറണ്ട് അടുപ്പിൽ ഞാൻ പാല് കാച്ചാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഗ്യാസ് അടുപ്പിലാണെങ്കിൽ അതിൻ്റെ കുഴപ്പമില്ല. അപ്പം കറണ്ട് അടുപ്പിലാണെങ്കിൽ നമ്മൾ പാല് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അങ്ങനെ അച്ഛനും മോളും ഇതാ അങ്ങനെ ടിവിയും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനപ്പോഴത്തേന് ചായയൊക്കെ ആയി. അങ്ങനെ പാല് കാച്ചിയത് ഗ്യാസിലും ചായ വെച്ചത് പിന്നെ കറണ്ട് അടുപ്പിലാണ് കേട്ടോ. അച്ഛനും കുട്ടി അവിടെ കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിനി എന്തായാലും ചായയൊക്കെ ആറ്റി വെച്ചിട്ടുണ്ട്. ഇനി ക്ലാസ്സൊക്കെ കഴുകിയിട്ട് ഏട്ടന് ചായ കൊടുക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ കുളിക്കണം, ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ പരിപാടികളൊക്കെ കിടക്കുന്നുള്ളൂ കേട്ടോ. അപ്പം അമ്മ അതാ അവിടെ ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ടായിരുന്നു, നമുക്ക് വയ്യ തലവേദന എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പം അമ്മ ഇനിയിപ്പോൾ എണീച്ചിട്ടുണ്ടെങ്കിൽ കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടാണല്ലോ കിടന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ എന്തായാലും ഒരു 1/2 ഗ്ലാസ് ചായ കൊടുക്കും. പിന്നെ ഏട്ടന് ഷുഗർ കൂടുതലാന്നൊക്കെ പറഞ്ഞിട്ട് അധികം മധുരം വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പോൾ കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ടാണ് വെച്ചാൽ. ഇവിടെ അമ്മയ്ക്കും തന്നെ ഷുഗർ ഉള്ളത് കൊണ്ട് അമ്മയ്ക്കും തന്നെ മധുരം കുറവാണ് വേണ്ടുള്ളൂ കേട്ടോ. അപ്പം ഞാനും അങ്ങനെ ശീലമായിട്ടോ, മധുരം വേണ്ടേ വേണ്ട. അപ്പോൾ ഒരു 2-3 സ്പൂണ് ഒക്കെ ഉണ്ടെങ്കിലും അതന്നെ നമുക്ക് തോന്നും ചിലപ്പോൾ മധുരം അധികമാണ് എന്ന് കേട്ടോ ചായക്ക്. അപ്പം അങ്ങനെ എന്തായാലും ചായയൊക്കെ ആയി. ഇനി ചായ കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാനും ചായ കുടിക്കട്ടെ. എന്നിട്ട് വേണം കുളിക്കാൻ. ബാക്കി വറകൊക്കെ കൊണ്ടുവന്ന് വെക്കണം. കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റില്ല. കുളിക്കണേന് മുന്നേ അതൊക്കെ കൊണ്ടുവന്ന് വെക്കണം, അടുപ്പിൻ്റെ ഒട്ടിക്കുള്ള വറകും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം എന്തായാലും ഞാനും ചായ കുടിക്കട്ടെ. കുട്ടിക്കുള്ളത് ശകലം, അവൾക്കിപ്പോൾ അങ്ങനെ ഞാൻ ചായ കൊടുക്കാറില്ല കേട്ടോ. എന്നാലും ഹോർലിക്സ് ഇട്ട തിളപ്പിച്ച വെള്ളത്തിൽ ഹോർലിക്സ് ഒക്കെ ഇട്ടിട്ടാണ് കൊടുക്കാറ്. പക്ഷെ അവൾക്ക് പറ്റുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ചിലപ്പോൾ അവൾ ചായ നമ്മൾ കുടിക്കണതല്ലേ പറഞ്ഞിട്ട് ശകലം, പിന്നെ മധുരം ഇടാത്തതല്ലേ എന്നൊക്കെ വിചാരിച്ചു. അധികം മധുരം ഇല്ലാത്തത് ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. മധുരം നല്ല ഇട്ട് കൊടുക്കുമ്പോഴാണ് പ്രശ്നം കേട്ടോ, അവൾ വേറൊന്നും കഴിക്കാത്തതും. അപ്പം എന്തായാലും കുറച്ച് ഒരു തുള്ളി എന്തായാലും അവൾക്ക് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അത് ചൂടാറ്റത്തേ എന്നൊക്കെ പറഞ്ഞിട്ടേ അവൾക്ക് ഞാൻ കുറച്ച് ചായ അവിടെ മാറ്റി വെക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന കാണുമ്പോൾ കുട്ടിക്കും കൊതിയല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചൂടുവെള്ളം കൊടുക്കണം. പിന്നെ ഞാനെന്ത് അധികം പിന്നെ തിളപ്പിച്ചാറിയ വെള്ളങ്ങളാട്ടോ അധികം കൊടുക്കാറ്, വെള്ളമാണ് കൊടുക്കാറ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവൾ ചായക്ക് അധികം നിർബന്ധം പിടിക്കില്ല. അപ്പോൾ എന്തായാലും ചായ എന്തായാലും ചൂടാറ്റട്ടെ കേട്ടോ കുഞ്ഞാറ്റയ്ക്കുള്ളത്. അതാണ് നമ്മൾ ഈ കപ്പിൽ ഇങ്ങനെ ആറ്റിക്കൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം. പിന്നെ പുതിയ കൂട്ടുകാർ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇനിയും പുതിയ കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിതാ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏട്ടൻ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം അത് പൊട്ടിച്ചിട്ട് കുഞ്ഞാറ്റയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അച്ഛനും മോളും അങ്ങനെ ഭയങ്കര ബഹളമായിരുന്നു. അയ്യോ എനിക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് അവൾക്ക് ആദ്യം ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പകുതി കഴിച്ചിട്ട് പിന്നെ അവൾ എന്തോ ദേഷ്യം വന്നിട്ട് അത് വലിച്ചെറിഞ്ഞു. അപ്പം എന്നിട്ട് വേറെ ഏട്ടൻ അതൊന്നും ഒരെണ്ണം എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അവൾ കസാരയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധനം കസാരയിൽ ഇടാൻ പാടില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു തോത്ത് നമ്മൾ കൈ ഉടയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് അവിടെ വെക്കുന്നതാണ്. ചിലപ്പോൾ അത് ആ കസാരയുടെ മേലെയൊക്കെ വെക്കാറുണ്ട് കേട്ടോ. അപ്പം അത് അവൾ എപ്പോഴും തന്നെ അതിൽ എന്തുണ്ടെങ്കിലും എടുത്തിടും കേട്ടോ പുറത്തേക്ക്, ഇത് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെ ഞാനും ഏട്ടനും കുട്ടിയൊക്കെ ചായ കുടിച്ചുകൊണ്ടിരിക്കട്ടോ. അമ്മ അവിടെ പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. അമ്മ തലവേദന എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കായിരുന്നു കുറച്ചു നേരം. പിന്നെ കട്ടൻ ചായയൊക്കെ വെച്ച് കുടിച്ചിട്ട് അങ്ങനെ പുറത്ത് വന്ന് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചായ കുടിക്കുകയെന്നൊക്കെ പറഞ്ഞപ്പോൾ വരാനൊക്കെ പറഞ്ഞു അമ്മ. ശരി, ഞാൻ ചൂടാറട്ടെ, ഇനി ചൂടോടെ കുടിക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പം ഇപ്പം വരാനൊക്കെ പറഞ്ഞിട്ട് അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും ഞങ്ങൾ ചായ കുടിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഓരോ കുശലങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏട്ടനോട് ചോദിച്ചു വേണോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. ഒരു പൊട്ട് വേണോ ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു ഏട്ടാ എനിക്ക് വേണ്ടാന്ന്. പിന്നെ പറഞ്ഞു എന്നാ കാട്ടുന്ന ഞാൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഏട്ടൻ കഴിക്കൊന്നുമില്ല. അപ്പോൾ എന്തും അധികം ഇങ്ങനെ ഈ ബേക്കറി സാധനങ്ങളൊന്നും കൊണ്ടുവരാറുമില്ല കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും കുട്ടിക്ക് കഴിക്കാൻ പഴമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് അപ്പോൾ കൊണ്ടുവരാറുള്ളൂ കേട്ടോ. ഞാനിനി അങ്ങനത്തെ ഒരു ഐറ്റം മേടിച്ച് കൊടുക്കരുതേന്നാട്ടോ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ, ഡോക്ടറെ അടുത്ത് നമുക്ക് നല്ല കേൾക്കൽ കേട്ടിരുന്നു. അതുകൊണ്ട് എന്താ പറയുക, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടും വേണ്ട. നമ്മൾ മക്കളാണെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് അതാണല്ലോ ഒരു സമാധാനം എന്ന് പറയുന്നത്. മക്കൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നാൽ തന്നെ ഒരു സമാധാനം. നമ്മൾ ഒരു നേരം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ, എനിക്ക് ആ കുട്ടി കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിരിക്കും കേട്ടോ. അയ്യോ ഒന്നും കഴിച്ചില്ലല്ലോ, കുട്ടി ഒന്നും കഴിച്ചില്ലല്ലോ എന്നൊക്കെ കേട്ടോ. അപ്പം ഇങ്ങനെ ഈ ചായയും ബേക്കറി സാധനങ്ങളൊക്കെ ഒഴിവാക്കൊണ്ട് അവൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ സമയത്തിന്. അതിന് ഏറ്റവും വലിയൊരു സമാധാനം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഞാനും ഏട്ടനൊക്കെ അങ്ങനെ കുറേ നാട്ടുവർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാനും ഏട്ടനും കുട്ടിയൊക്കെ അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ.
അപ്പോൾ എന്തായാലും പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചു, ഒരുപാട് സന്തോഷം. പിന്നെ എല്ലാവരും ചോദിച്ചു എവിടെയാണ് വീട് എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് എന്തായാലും ഒരു Q&A ചെയ്യുന്ന സമയത്ത് നമ്മൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ അപ്പോൾ തന്നെ റീപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ ഏട്ടൻ വൈകുന്നേരത്തിൽ ഉണക്കൽ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കുട്ടിക്ക് ചോറുണ്ണാൻ. അവൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെറുക്കി പിടിച്ച് തിന്നു കേട്ടോ. അപ്പം എന്തായാലും ഞാനിനി ആ മീനൊക്കെ ഒന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ, കഴുകണം, കഴുകിയിട്ട് എന്തായാലും പൊരിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ 2-3 എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, കുട്ടിയാണ് ഇപ്പോൾ എത്ര കഴിക്കും. അപ്പോൾ നമുക്കാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ചോറിനൊരു ഉണക്കമീൻ പൊട്ടെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ഇതാണ് കേട്ടോ, നമ്മളങ്ങനെ കഴിച്ചതായിട്ട് കേട്ടോ. ഒന്നുമില്ലെങ്കിലും അല്ലെങ്കിൽ ഒരു ചമ്മന്തി എന്തെങ്കിലും അരക്കി കേട്ടോ ഞങ്ങൾ, ഒരു ചൊടിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെ. നമുക്ക് അല്ലെങ്കിൽ കറി നമ്മളിനിപ്പോൾ തക്കാളി കറിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ തേങ്ങ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു തേങ്ങ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അരക്കും കേട്ടോ. അപ്പം ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു ചമ്മന്തി ആണെങ്കിലും കഴിക്കും, അത് വേറെ വിഷയം കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ ഉള്ള പോലെ ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കുട്ടിക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് കുട്ടീനെയൊക്കെ ഉറക്കി കിടത്തിയിട്ടോ. പിന്നെ ഞാനും അമ്മയും കൂടി ഞങ്ങൾ കുറച്ച് നേരം ബിഗ് ബോസ് ഒക്കെ കണ്ട് കുറച്ചു നേരം സീരിയലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും അമ്മയും കൂടി ഭക്ഷണം കഴിക്കാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ പറയുന്നത് കുഞ്ഞു വീഡിയോസാണ്. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഓളെന്ന ഓപ്ഷനും കൂടി അമർത്തണം കേട്ടോ. അപ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന പുതിയ ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നാലാണ് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് റെക്കമെൻഡേഷൻ പോവുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ.